അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നമുക്കിന്നേ ഒരു വെജിറ്റബിൾ ദോശയായാലോ? എല്ലാവർക്കും അറിയാം, എങ്കിലും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റ്, ബീട്രൂട്ട്, സവോള, ചീര, പിന്നെ ഒരു മുളകും. നമുക്കതിനെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ, വേറെ ഇനിയും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ലോ തവയോ എന്തെങ്കിലും വേഗം അടുപ്പിലോട്ട് വെച്ചോളുക. എന്നിട്ട് നമുക്ക് കുറച്ച് മാവിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചങ്ങെടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, അവയെല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളുക. ധൃതി വേണ്ട, പതുക്കെയാണേലും മതി. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ സ്റ്റൗ ആണെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്നത്. തീയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ചേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയോ വെണ്ണയോ നെയ്യോ എന്തെങ്കിലും രുചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുമാത്രമല്ല, ചമ്മന്തിപ്പൊടി ആവാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആവാം, ഇവയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചക്കറികളാണെങ്കിലും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ, അതായത് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇത് തന്നെ വേണമെന്നില്ല, എന്തും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിയാണേ. ഒരു ചെറിയ എരിവും നല്ലൊരു ടേസ്റ്റും ആവുമല്ലോ, അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എങ്കിലേ നമുക്ക് അതിനെ ഒന്ന് ചെറുതായി മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഇതിനെ തൊട്ട് കൂട്ടാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു സമാധാനക്കേട്. അതുകൊണ്ട് ഒരു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു 2-3 സ്പൂൺ വിനാഗിരിയും ഒക്കെ ഒഴിച്ച് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു രുചിക്കായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടിയൊക്കെ ഒഴിച്ച് ഒരിത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അത്ര നല്ലതൊന്നുമല്ല, എന്നാൽ പോലും നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഏത് തരം ദോശയാണേലും ഇഡ്ഡലി ആണെങ്കിലും അതിൻ്റെ കൂടെ വേറൊന്നും കറിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇങ്ങനെ. Lazy haze filled up the room. Got no plans, just me and you. Time slows down when you're around. അപ്പോളേ നമ്മൾ മുളകൊക്കെ ചാലിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ദോശ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അടിപൊളിയല്ലേ, കാണാനായിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ, ഡയറ്റ് നോക്കുന്നവർക്കായി പ്രത്യേകിച്ചും. എങ്കിലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.